ഓക്കെ. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷറാണ്. ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹാർട്ട് രക്തം പമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആർട്ടറികളിൽ ഒരു പ്രഷർ ചെലുത്തിക്കൊണ്ടിട്ടാണ് ബ്ലഡ് പാസ് ചെയ്തു പോകുന്നത്. അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 120/80 millimeters ഓഫ് മെർക്കുറി എന്നുള്ളതാണ് കേട്ടോ. അതിൽ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറും ആണ്. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ബീറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രഷറും ഡയസ്റ്റോളിക് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രഷറുമാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കാനുള്ള ഇത്രയേ ഉള്ളൂ. സിസ്റ്റോളിക് എന്ന് പറയുന്നത് ഉയർന്ന പ്രഷറും ഡയസ്റ്റോളിക് എന്ന് പറയുന്നത് നമ്മൾക്ക് താഴ്ന്ന പ്രഷറുമാണെന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ BP മോണിറ്ററുകളൊക്കെ ആണല്ലോ, മെഷീനൊക്കെയാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പേഷ്യൻസ് ഒക്കെ തന്നെത്താനെയൊക്കെ തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും BP അവർ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിതിങ്ങനെ മുട്ടുകയുടെ മേലെ അവിടെ കൂടെയാണ് നമ്മുടെ ബ്രാക്കിയൽ ആർട്ടറി പോയിട്ടുള്ളത്. അപ്പം അവിടെ നമ്മൾ നമ്മുടെ കഫ് കെട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മെഷീൻ ഓൺ ആക്കിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാൽ മതി. നമ്മുടെ മെഷീൻ റീഡ് ചെയ്യും BP എങ്ങനെയാണെന്നുള്ളത്. പിന്നെ മെഷീൻ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കാർഡിയാക് ലെവലിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ചിന് നേരെ തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോഴായിരിക്കും ആക്യുറേറ്റ് ആയിട്ട് കിട്ടണേ. എൻ്റെ BP കുറച്ച് ലോ ആണ് കേട്ടോ.